ഹലോ, ഇന്ന് 11-ാം തീയതിയാണ്. ഞങ്ങൾക്ക് ഇന്നിവിടെ കോളേജിൽ ഓണം സെലിബ്രേഷനാണ്. സോ ഞാനിന്ന് സാരി ഉടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. സാരി ഉടുക്കണമെങ്കിൽ നാട്ടിലല്ലല്ലോ, ഓഫ് കോഴ്സ് നമ്മൾ നേരത്തെ എണീക്കണം. അങ്ങനെ ഞാൻ നേരത്തെ എണീച്ചിട്ട് വന്നു. ഇപ്പം സമയം 7:15, 7:20 അങ്ങനെയായി. 9 മണിക്കാണ് അവിടെ എത്തേണ്ടത്. സമയമുണ്ട്, മെല്ലെ നമുക്ക് റെഡി ആവാം. പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഇതാണ് ഇന്നത്തേക്കുള്ള ഔട്ട്ഫിറ്റ്. സാരിയൊക്കെ പകുതി ഞാൻ സ്വന്തമായിട്ട് കൊടുത്തു, പിന്നെ റൂംമേറ്റ്സൊക്കെ ഉണ്ടായിരുന്നു, ഹെൽപ്പ് ചെയ്തു. പിന്നെ എന്താ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ വേറെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പുറപ്പെട്ടൊക്കെ കഴിഞ്ഞു, ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്നിട്ട് 9 മണി മുതൽ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട്, അപ്പം കോളേജിലേക്ക് പോകണം. ഇനി അവിടെ എത്തിയിട്ട് എന്നൊക്കെ ഞാൻ പറയും, പക്ഷെ എവിടെ ഒരു മിററൊക്കെ ഉണ്ടായാലും മിക്കവാറും ഞാൻ എടുക്കും. ലിഫ്റ്റിലൊക്കെ പോയിട്ട് നോക്കട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എവിടെയെങ്കിലും ഒരു മിറർ കണ്ടാൽ പിന്നെ വേറെ അത് മതിയല്ലോ. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് ഫുഡ് കഴിക്കാൻ പോയതായിരുന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉത്തപ്പവും ചട്നിയുമാണ്. പക്ഷേ ഞാൻ അതിൻ്റെ കൂടെ പഞ്ചസാരയും കൂട്ടിയിട്ടൊക്കെ തിന്നാൽ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. അങ്ങനെ കോളേജിൽ ചെന്നപ്പോൾ അവിടെ വലിയ പൂക്കളവും കാര്യങ്ങളൊക്കെ. ആരുമില്ല, ആകെ ഞാൻ മാത്രം. എല്ലാം വരികയുണ്ടാവൂലേ. ഇത് പിന്നെ ക്ലാസ് തന്നെ കുത്തിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ കോളേജിൽ ഇങ്ങനെ ചുറ്റിലും ഇങ്ങനെ നടക്കുന്നവരുണ്ട്. റെസ്പോൺസിബിൾ സിആർ ആണത് അല്ലേ? അല്ലേ? അതെ അതെ, ഇവിടെ പണിയെല്ലാം ഞാൻ എടുക്കണം. ഓണാണ് വീഡിയോ. ഓക്കെ, ബൈ മിസ്റ്റർ തോമസ്. റുവീസ് വ്ലോഗ്. This is റുവീസ്. അയ്യോ മിസ്. Hi Thomas. Say hi. 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 Meet Mr. Ashwin. Vlogil ഉണ്ടാവേ. വ്ലോഗോ? അതെ അതെ, വ്ലോഗിങ്. And this is റുവീസ്. ഇവനെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഞങ്ങളിവിടെ പൂക്കളിട്ട് കംപ്ലീറ്റ് ആക്കിയതൊക്കെ കാണാൻ പോയി. പിന്നെ ഇന്ന് തന്നെയായിരുന്നു ഗണേശ ചതുർത്ഥീൻ്റെ പരിപാടിയൊക്കെ. അപ്പോൾ 2 പ്രോഗ്രാംസ് അവിടെ ഒരേ സമയത്ത് നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ക്യാൻറ്റീനിൽ പോയി വട, ഐസ്ക്രീം, ബ്രെഡ് പോക്കറ്റ് അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ഫോട്ടോ എടുക്കാൻ പോയി. ഫോട്ടോ സെക്ഷൻ നോട്ട് ഓവർ. ഇപ്പൊ കഴിയില്ലേ. ഈ ഓണ സെലിബ്രേഷൻ ഇല്ലാണ്ട് എത്തി നോക്കാൻ വന്ന ടീംസ്. ഞങ്ങൾക്ക് 19-ാം തീയതിയാണ് ഗൈസ്. അതെ അതെ, അപ്പൊ നമുക്ക് 19-ാം തീയതി നമുക്ക് ഗർഭ നൈറ്റ്സ് ഉണ്ട്. ഗർഭ നൈറ്റ് നമുക്ക് അതെടുക്കാം. നമ്മളെ വീഡിയോ എടുത്തിട്ടുണ്ട് അല്ലേ? നമ്മള് വീഡിയോ എടുത്തിട്ടുണ്ട്. ഉടനെ ഗ്രൂപ്പ്, ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയതായിട്ട്. അതെ, പേരെന്താ? ഫോളോ. ടുഡേയ്സ് ലഞ്ച്. പിന്നെ ചെണ്ടക്കൊട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു അത് കാണാൻ. മാവേലി ഇതാ കാണിക്കട്ടെ. മാവേലി
അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ബാക്ക് ടു അവർ റൂം. പോയ കൊല്ലത്തിലൊന്നല്ല തിരിച്ചു വന്നേന്നാ. ഇനിയിപ്പോൾ ഒന്ന് പോയി കുളിക്കണം, എന്നിട്ട് ഞാൻ മിക്കവാറും കെട്ടെന്ന് ഉറങ്ങും ഐ ഗെസ്. എന്തായാലും നോക്കാം. പരിപാടിയൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് ഞാനിപ്പം റൂമിലെത്തി. റൂമിൽ വന്നു, ഒന്ന് മേലൊക്കെ കഴുകി ഫ്രഷായി ഇങ്ങനെ ഇരിക്കുക. ഇനിയിപ്പം ഇപ്പോൾ ഒരു സന്ധ്യാസമയമാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും നല്ല വിശപ്പുണ്ട്, ചെറുതായിട്ട് മാഗി ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എന്താ വീട്ടിലേക്കൊക്കെ വിളിച്ച് എന്താ നാളെ ഞായറാഴ്ചയാണ്, നാളത്തേക്ക് പ്രത്യേകിച്ച് ഒരു പണിയൊന്നുമില്ല, അതുകൊണ്ട് ഫ്രീ. പിന്നെന്താ പിന്നെ രാത്രിത്തെ ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന് നോക്കണം, എന്താണെന്ന് നോക്കണം. അതിന് ശേഷം വേണം നമ്മൾ തിന്നണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. ഇല്ലെങ്കിൽ ആ മാഗി ഉണ്ടാവും, നോക്കട്ടെ. എന്തായാലും മാഗി ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്, നല്ല വിശപ്പുണ്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സംഭവം എന്താ, ഓണം സെലിബ്രേഷൻ, എൻ്റെ ഫസ്റ്റ് ഇയർ ഓണം സെലിബ്രേഷൻ, അത് ഞാൻ ക്യാപ്ചർ ചെയ്തതാണിത്. അപ്പോൾ ശരി, ബൈ.